മലയാളം കണ്ട എക്കാലത്തെയും ബിഗ് ബഡ്ജറ്റ് മൂവിയായ എമ്പുരാന്റെ ട്രെയിലർ 20-ാം തീയതി റിലീസ് ചെയ്യാതിരിക്കുകയായിരുന്നു. 20-ാം തീയതി റിലീസ് ചെയ്യാൻ അവർ പ്രത്യേക ഒരു ടൈം വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് 1 മണിക്കൂർ 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം രാത്രി 12 മണിയായപ്പോഴത്തേക്ക് അത് ലീക്കായെന്നുള്ള വിവരം ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കുറേ ലിങ്കുകൾ കുറേ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ഡൗൺലോഡ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് കാണാമെന്ന് കരുതി. പക്ഷേ ഉറപ്പില്ലായിരുന്നു അത് ട്രെയിലർ തന്നെയാണോ എന്ന്. അപ്പോഴത്തേക്കാണ് പിന്നെ ആശീർവാദിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു നോട്ടിഫിക്കേഷൻ കണക്ക് കണ്ടു. അതുകൊണ്ട് പിന്നെ എടുത്ത് ഞാൻ നോക്കിയപ്പം ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. രാംദാസ് ബാക്കി വെച്ചിട്ട് ഈ പാർട്ടിയെ, ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. राजनीति एक धंधा है हमारे देश में. പക്ഷേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിന് വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. दया दिखाने के लायक ही नहीं, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും ഉണ്ടായിരുന്ന മിക്കുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇതുണ്ട്. ഇത് സലാറിലെ ലാലേട്ടൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യും. ആശ്രയിക്കാൻ Because the enemy of an enemy is a friend. ഒരു ഹോളിവുഡ് ലെവലിലോട്ടാണ് പടം എടുത്തേക്കുന്നത്. എന്നാലും പറഞ്ഞില്ല, പുള്ളി വന്നു. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. വേറെ ലെവലിൽ പറയാനില്ല. എല്ലാ ഫ്രെയിം പറഞ്ഞാലും ഡിഫറെന്റ് ബുക്ക് തന്നെയാണ്. എല്ലാം ഒരു ഹോളിവുഡ് ടച്ച് പറഞ്ഞാൽ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ട്രെയിലർ കണ്ടിട്ടില്ല. ട്രെയിലറിൽ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ റിങ്ങൊക്കെ കൂടി ഫീലില്ലേ വേറെ. But answer this one question. Who are you really? Lucifer. ഐമാക്സിന്റെ മലയാളത്തിൽ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു ഐമാക്സ് റിലീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. 27-ാം തീയതി തിയേറ്ററിൽ തന്നെ പോയി കാണും. പടം വേറെ ലെവൽ തന്നെയായിരിക്കും. ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ച് നമ്മളെ എന്തുവാ ആ ലെവലിൽ തന്നെ അവർ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ട്രെയിലറിൽ പടത്തിൽ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല. ഹൈപ്പ് പ്രതീക്ഷിച്ച് പോകരുത്. കാരണം വെച്ചാൽ ഹൈപ്പ് ഇപ്പം നമ്മൾ അറിയാമല്ലോ ഇപ്പോഴത്തെ പടങ്ങളിൽ എന്തൊക്കെയുണ്ട് ഇല്ല എന്നൊക്കെ. വാച്ച് ഇറ്റ് ഓൺ തിയേറ്റർ. താങ്ക് യു.